ചന്ദ്രനഗർന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇച്ചപ്പം നമ്മൾ എവിടേക്കാ പോണത്? ചാവക്കാട്. യെസ്. മതി. കൊച്ചി സേലം ഹൈവേ ആണത്. കൊച്ചി സേലം ഹൈവേ. എന്താ റോഡ്? റൈറ്റ് സൈഡ് നോക്ക്. സൂപ്പറായിട്ടല്ലോ വ്യൂ. പുറപ്പെട്ടു. 9:15. നമ്മളുടെ നമ്പർ വന്നു. നേരത്തെ നമ്പർ വരില്ലായിരുന്നു. എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ ആയതുകൊണ്ട്. നമ്മള് എവിടെ എത്താറായി? കുതിരാൻ തുരങ്കം. ഇതാണ് കുതിരാൻ മല. ഏതാണെന്ന് അറിയാം? കുതിരാൻ മല ഇതാണ്. കുതിരാൻ മല. കണ്ടിട്ടുണ്ട് ബസ്സിൽ പോകുമ്പോ. ഇതാണ് തുരങ്കം മണത്ത്. ടണലെത്തിയിരിക്കുന്നു. ഗുഹ. തിരങ്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ എത്തിയ ഫീലാണ്. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ തിരങ്കം കണ്ട പാലക്കാട് എത്തി. 1 കിലോമീറ്റർ ഉണ്ട് അല്ലേ? സോളാർ ആയിരിക്കും അല്ലേ? സോളാർ എമർജൻസി. നമ്മളൊരു ചായ കുടിക്കാനായിട്ട് നിർത്തിയാണ്. ടീ ഹബ് ഫുഡ് റെസ്റ്റോറൻറ്റ്.
തനിച്ചു. ഇതാണ് ടീ ഹബ്ബ്. നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ചായ കുടിക്കാം. കമോൺ. ഫുള്ള ആമ്പലാണ് നിച്ചത്. ആമ്പൽ കൃഷി. ഓക്കെ. മറൈൻ വേൾഡിന്റെ Take the next right onto Marian World Aquarium Road, then your destination will be on the right. നോക്കത് കാണുന്നത് കടല്. യെസ്, നമ്മൾ മറൈൻ വേൾഡെത്തി. വണ്ടി നമുക്ക് അവിടെ നിർത്താം അല്ലേ? കുറച്ച് ഷാർക്കിനെ കാണണോ അല്ലേ? ഷാർക്കിന്റെ വായൊക്കെ കാണണോ? ഓക്കെ. കുറച്ച് ഫ്രണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ കുറച്ച് സൗകര്യമാണ്. വിളിച്ചു സ്ലൈഡ് ഉണ്ട്. എവിടെ കൊണ്ട് നിർത്താം? പാർക്ക് പോലെ ഉണ്ടല്ലോ. അവർ വിളിക്കുന്നുണ്ട്. എവിടെയാണ് പാർക്ക്? അതാ ഷാർക്ക്. ഓക്കെ. ഡാൻസിങ് ഫിഷ്. അപ്പൊ ഒരു തണുപ്പ് വരുന്നില്ലേ? ഒരു തണുപ്പില്ല, കുറച്ചേ വരുള്ളൂ. കിലോമീറ്റർ പിന്നോട് ഇറക്കി വിടായിരുന്നു അല്ലേ? ഓ മൈ ഗോഡ്, ഇതിന്റെ ബാക്കിൽ വീടുകളോ? ഇതിന്റെ ബാക്കിൽ വീടുകൾ. ഇവിടെ പാർക്കിംഗ് സ്ഥലമുണ്ടല്ലോ. പുറത്തൊരു പേ പാർക്കിംഗ് ഉണ്ട്, പക്ഷെ പൂട്ടിയിട്ടിരിക്കുന്നു. അത് കാറ്റ് പിടിച്ചിട്ട് ചില ഇവിടെ സമയത്ത് പാർക്കിംഗ് ഉണ്ട്. മറൈൻ വേൾഡിൻ്റെ ഈ എൻട്രൻസ്. മറൈൻ വേൾഡിൻ്റെ എൻട്രൻസ്. ഓക്കെ, വനിച്ചു. കമോൺ. നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കാൻ പോകണം. ഇച്ചിൻ്റെ ഹൈറ്റൊക്കെ നോക്കട്ടെ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? ഇവിടെ പുറത്ത് കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ 16D സിനിമാസ്, 16D സിനിമ, ഹൊറർ ഹൗസ്, ഗോസ്റ്റ് ഹൗസ് അല്ലേ? ഇതാണ് ഗോസ്റ്റ് ഹൗസ്. ഗോസ്റ്റ് ഹൗസ്, മിറർ മെയ്സ്, മിറർ ഹൗസ്, മിറർ മെയ്സിലൊക്കെ നമ്മൾ ഒരിക്കൽ പോയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നിച്ചിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് പറയും ഇതാണ് ബേർഡ്സ് പാർക്ക്. ബേർഡ്സൊക്കെ നമ്മളുടെ കൈകളിൽ ഇങ്ങനെ വന്നിരിക്കും. അതെ, നമ്മളിന്ന് മറൈൻ വേൾഡ് ഫുള്ളായിട്ട് കറങ്ങും. ജനിച്ചോ? ഞങ്ങൾ ആദ്യം പോയി ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. അക്വേറിയത്തിൻ്റെ എൻട്രൻസിൽ
ഇരുന്ന് കഴിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് നിച്ചോ. ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം അല്ലേ, സുഖമായിട്ട്. നമ്മൾ എൻട്രൻസിലേക്ക് എത്താണ്. വാവ്, അടിപൊളി. വാവ്, ഇതൊക്കെ ശരിക്കുള്ള ഫിഷാണ്. ആക്ച്വലി ഇതെല്ലാം ഫിഷ്, ശരിക്കും ഉള്ള ഫിഷാണ്. ആ ഇത് കണ്ടോ കാറ്, ഇതിൻ്റെ കാറിനകത്ത് വെള്ളമൊക്കെ നിറച്ച് അടിപൊളി. ഫ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ല, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും ഫ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ല. കണ്ടോ? അതെ, ഇത് നല്ല രസമില്ലേ? തൊടരുത്, ഗ്ലാസ്സിൽ തൊടരുത് പറഞ്ഞു കേട്ടോ. സൂപ്പറായിട്ടല്ലേ? ഇവിടെ നോക്ക് ഗൈസ്, അടിപൊളിയായിട്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ മീൻ ഉണ്ടതാ, നല്ല നാടൻ ചൊടിയൻ. നാടൻ ചൊടിയനാണ്, നല്ലല്ല കാണുമ്പോൾ അതുപോലെ ഉണ്ട്. പക്ഷേ ഇതിനടിയിലോ? ഓ മൈ ഗോഡ്, അല്ല മീനാണോക്കാ? ഇതിലുണ്ടാവല്ലോ. ഓ ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വെറൈറ്റീസാണ്. ഫോസിലാ നിശ്ചിത്, ഫോസിലാണ്. ഇതൊക്കെ ഫോസിലാണോ? അതിന്റെ പേരൊക്കെ മുകളിലുണ്ട്. സൂപ്പർ, നമ്മുടെ നാടൻ ചൊടിയൻ ഗൈസ്. കണ്ണമീന് അല്ലേ? അതാ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. കണ്ണമീന് നാടനല്ല, താഴെയുള്ള മീന് ഒളിച്ചിരിക്കുന്നതാ. ഹേയ് മീനെ, വൈ ആർ യു ഹൈഡിങ്? വാനിച്ചു, നമുക്ക് ഇവിടെ നോക്കാം. ഇത് കണ്ടോ, ഇത് സൂപ്പറായിട്ടില്ലേ? ഓട്ടോയില് മീനാ എവിടെ? ആ നിച്ചു തന്നെ ഓട്ടോയിലെ മീന് കാണിച്ചു തരാൻ പോണ്. ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ വെള്ളം നിറച്ചുകൊണ്ട് ലേക്ക് മലാവി സിക്ലൈറ്റ്സ് വേണ്ട. ഓട്ടോയ്ക്കുള്ളിൽ സൂപ്പറായിട്ടില്ലേ? ഓട്ടോ ഉണ്ടോ? പെട്ടിയാട്ടോണ്, പെട്ടിയാട്ടോ. ആ നിറയെ ഉണ്ട്. ഇത് നോക്ക്, മരം. ഇതൊക്കെ ശരിക്കും അതിനുള്ള മീന് പോണുണ്ടോ നിച്ചു? ഇതിൽ മീന് കാണണമെങ്കിൽ ഇങ്ങനെ നോക്കിയാലേ കാണുള്ളൂ. കണ്ടോ? കണ്ടോ? ഇതിനകത്ത് കണ്ടോ? വാവ്, വാട്ട് എ ബ്യൂട്ടി. ഇല്ല നിച്ചു, സൂപ്പർ അല്ലേ?
നിനക്ക് ഇതിൽ കാണണ്ട നോക്കട്ടെ. ഒരു മിനിറ്റ്. ഇതെന്താ പാലാനോ? ഇത് നോക്ക്. ഇവിടെ കാണണ്ട നോക്കട്ടാ. സൂപ്പർ അല്ലേ? ഇങ്ങോട്ട് വാ. നോക്ക്. മേലെ നോക്ക്. മേലെ നോക്ക്. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. എന്നിട്ട് തിലോപ്പിയ, ഉള്ളിവരാലും തിലോപ്പിയ. അതാ സിലോപ്പി. ഇതുണ്ടോ സിലോപ്പി നിൽക്കുന്ന സിലോപ്പി. എത്ര വലിയ സിലോപ്പില്ലേ. ഇതേ പുള്ളിവരാല്, നമ്മുടെ നാടൻ പുള്ളിവരാല്. എന്ത് മീനാണത്? റിച്ച്മണി, ഇതിന്റെ പേര് എവിടെയെങ്കിലും ഉണ്ടാവും നോക്ക്. എന്താ? പ്ലാറ്റിനം ഗാർ. എവിടെ ഒളിഞ്ഞിരിക്കണോ? ഈ ഒളിഞ്ഞിരിക്കണ ഇവിടെ ഉണ്ടാവും. ഇതാടാ ഒളിഞ്ഞിരിക്കണല്ലേ. സിൽവർ അരോണ. ഓ മൈ ഗോഡ്, എത്രയോ വലിപ്പം. ഭംഗിയില്ലേ. അവിടെ ഒരെണ്ണം ഒളിച്ചിരിക്കുന്നുണ്ട് നിച്ചു പറഞ്ഞ പോലെ. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാ. വാ നിച്ചു. ഇത് മൂശിയാണല്ലോ, കൊളംബിയൻ ഷാർക്ക്. ഓ മൈ ഗോഡ്, എത്ര വലിപ്പല്ലേ. 34 വർഷമാ. 34 വർഷം കണ്ടു. അതിന്റെ ഉള്ളിൽ വേറൊരു മീൻ കിടക്കണ്ടല്ലോ. അതേതാ? മഞ്ഞക്കൂരി, നമ്മുടെ നാടൻ മഞ്ഞക്കൂരി. നിച്ചു പറഞ്ഞ അവിടെ പോവാം. നടക്കുന്ന ആദ്യം നടക്ക്. നല്ല സൂപ്പറായിട്ടുണ്ട് അല്ലേ. കുട്ടിച്ചാത്ത മീന്. ഹോം ഗ്രീൻ കുട്ടിച്ചാത്ത. അലാവുദ്ദീനും മാന്ത്രിക വിളക്കോ. എടാ നിച്ചു, അത് നോക്ക്. ഇവിടെ സൂപ്പർ മീൻ. ഇതാ ഇത് നോക്ക്. വരാലാണ്, കടൽ വരാൽ പോലെ. എന്താ ഭംഗി. നിക്ക്. അവിടെ ഫോട്ടോസ് ഇരുട്ടായതുകൊണ്ടൊന്നും കാണണില്ല. ഇതെന്താണത്? ചെയ്ത് നോക്കടാ. അമ്പട്ടൻ കത്തി. ദേ അതിനുള്ള മത്സ്യകന്യക, അതിന്റെ മേലെ മീൻ അല്ലേ. നീ നടക്കുന്ന
എവിടെ എല്ലാം ഇരിക്കുന്നു. കണക്ക് സൂപ്പർ അല്ലേ? പക്ഷെ ഇതെല്ലാം ഒരു ഭാഗത്താണ് മീന്. ബ്ലൂ കളർ ലൈറ്റ് ഉണ്ട്. ആ അതിനൊരു മറ്റേ ഇരിക്കുന്നുണ്ടല്ലോ, ചെറിയ മീൻ. അപ്പൊ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പൊ ഇതിനകത്ത് പോകുമ്പോൾ എന്താ നമ്മൾ ആദ്യം ചെരുപ്പ് അഴിക്കണം. ചെരുപ്പ് അഴിച്ച് കയ്യിൽ പിടിക്കാം. ഓക്കെ, കയ്യിൽ പിടിക്കാം. നിച്ചിൻ്റെ കയ്യിൽ പിടിക്കുക. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിൻ്റെ അടിയിൽ മീനുണ്ടാവും. പിന്നെ വരുന്നു. അതാ ഇതിൻ്റെ അടിയിലുള്ള മീൻ അതാ കിടക്കണോ? വലിയ മീനാണ്. നിശ്ചയ അതാടാ, അതാ ഇവിടെ ഉണ്ടാവും. ഇതാ അതാ 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 ബ്രിഡ്ജ് പൊട്ടി നമ്മൾ വീണ മീൻ നമ്മൾ അകത്താക്കും. ചും ഇതാ അനങ്ങാണ്ട് കിടക്കുന്നുണ്ട്. പനിച്ചു ഇതാ നിച്ചു. ബ്രിഡ്ജിന്റെ അടിയിലൂടെ മീൻ കാണുന്നുണ്ടോ ഗൈസ്? അയ്യോ ഇറങ്ങി വാ. ആ വാ. നമ്മള് ഇങ്ങനെ അടുത്ത ഇവിടെ ചെരുപ്പഴിച്ചിട്ട് വാനിച്ചു സ്പാ ചെയ്യാം. നമുക്കേ എവിടെ ഇരിക്കാം? നമുക്ക് അവിടെ പോയിരിക്കാം. ആ ഇത് സ്പാ ആണ്. അതിന് മുന്നേ നമുക്ക് ഇവിടെയുള്ള മീനുകളൊക്കെ നോക്കാം. ഇതാണ് ചെങ്കണിയാൻ. ചെങ്കണിയാൻ ഇരിക്കണ്ടേ? ചെരുപ്പ് നമുക്ക് എല്ലാവർക്കും കൂടെ നേരം ഇരിക്കാം. അമ്മ ഇവിടെ ഇരിക്കാം. ചെരുപ്പ് അഴിക്ക്. ഇത് ഫിഷ് സ്പായാണ്. അപ്പം ചെരുപ്പ് അഴിച്ചിട്ട് കാലിട്ട് കഴിഞ്ഞാൽ കാലൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും. നിക്ക് നിച്ചു ഒരു മിനിറ്റ്. ഞങ്ങളുടെ ഫിഷ് സ്പായാണ്. അതായത് മറൈൻ വേൾഡിൽ നമ്മൾ സാധാരണ വെച്ചോ സാധാരണ നിച്ച് പേടിച്ചിട്ടാണ്. സാധാരണ നമ്മൾ മറ്റേ ഫിഷ് സ്പാ ചെയ്യണമെങ്കിൽ പേടിച്ചിട്ട് കരയണം. ആരാ കരയണേ? മീൻ കടിക്കണതിന് കരയണു. മീന് കടിക്കുമ്പോൾ നിച്ചുവിന് കാല് ഇക്കിളാവണല്ലേ? കുഴപ്പമില്ല, വെക്ക്, ഞാൻ കാണിച്ചു തരാം. വെക്ക്, ഞാൻ വെക്ക്, അച്ഛൻ്റെ ഒപ്പം വെക്ക്. അച്ഛനെ കാല് ക്ലീൻ ആവും. നിങ്ങളുടെ കാലിലുള്ള എല്ലാ അഴുക്കും പ്രശ്നങ്ങളൊക്കെ പോകും. എൻ്റെ കാലിലൊക്കെ ഉണ്ടോ മീന്? നിറയെ ആൾക്കാർ വലുതാണ് അവിടെ. ഇവിടെ നിറയെ മീനുകളുണ്ട്. ഈ സ്പാ വളരെ വലുതാണ്. ഇവിടെയും ഇത്രയും സ്പേസാണ് സ്പായ്ക്ക്. ഇതിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ
ഫോട്ടോ എടുക്കാൻ പറ്റും. അതായത് വെള്ളത്തിൻ്റെ ഉള്ളിൽ ആള് പോയ പോലെ ഇത് ഒരാളും കൂടെ പോയിരിക്കുന്നു. സൂപ്പറായിട്ടുണ്ടല്ലേ, അടിപൊളി. ഇത് കയ്യൊക്കെ കാണിക്കണം വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന്. ദേ മെർമെയ്ഡ്. ഇതെന്ത് മീനത്? സൂപ്പറായിട്ടുണ്ട്. ആ ഇതിനകത്ത് ഗൗരാമി. ഇനി നമ്മൾ ഇതിനുള്ളിലൂടെ പോകണം. നമ്മൾ ഫസ്റ്റത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇതൊരു സെക്കൻഡ് സെക്ഷനാണ്. ഇവിടെയാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലം. ഇവിടെ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാം. ഫോട്ടോസ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് വാങ്ങിക്കാം. ഇതൊരു നല്ല രസമില്ലേ. ഫാമിലി ഫോട്ടോ ട്രൈ ചെയ്യാം. ഇവിടെ അങ്ങനെ അധികം മീനൊന്നുമില്ല, പക്ഷെ ഇവിടെ എന്താ പറഞ്ഞാൽ ഒരു നല്ല രസമുണ്ട് സ്ഥലം. മുടി നേരെ ഞാൻ ആദ്യം ഇത് ഒറിജിനൽ അല്ലെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഒറിജിനൽ സ്റ്റിംഗ്റേ ആണ് ഗൈസ്. ഇതാണ് ഷാർക്ക്. ഷാർക്കിൻ്റെ വായിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു. ഇതിനകത്ത് മീൻ കാണണമെങ്കിൽ നമ്മൾ ലെൻസ് വെച്ച് നോക്കണതാ. സൂപ്പർ. ലൈറ്റിന്റെ മീനാ, ഫ്ലൂറസെന്റ്. ഓ അങ്ങനെ. വാ, റെയിൻ ഫോറസ്റ്റ്. അവിടെ റെയിൻ ഫോറസ്റ്റ് ആണ്. നമ്മൾ റെയിൻ ഫോറസ്റ്റിൽ എത്തിയിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഇവിടെ നല്ല തണുപ്പുണ്ടല്ലോ.
AC ആണ്. ഇച്ചോ നോക്കടാ. സ്ക്യൂബ ഡൈവിങ് എന്തോ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്ക്യൂബ ഡൈവിങ് ഇത് സ്ക്യൂബ ഡൈവിങ് അല്ല, അതിനകത്ത് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനടിയിൽ നിറയെ ഫിഷാണ്. കണ്ടോ? ഇതാ ആക്ച്വലി ഇതിനകത്ത് നിറയെ ഫിഷാണ്. ഏതാണ്? മറൈൻ വേൾഡ്. മഴ, നിച്ചു ടൈഗർ, അതിനകത്ത് ടൈഗർ. ചെറിയ 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 ചില്ലിനകത്ത് ചെറിയ ചെറിയ മീനുകൾ നിറയെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇതുണ്ടോ ചെറിയ ചെറിയ ചില്ലിനകത്ത് ഇതിനകത്ത് ഫിഷ് ഉണ്ടാന്ന് നോക്കി നിച്ചു. അതിനകത്ത് ഉണ്ട്, കാണണേ കുറച്ച് പണിയാണ്. ഫൈറ്റർ ആണല്ലേ? ഇതെല്ലാം ഫൈറ്റേഴ്സ് ആണോ? ഇന്നത്തെ എല്ലാം ഫൈറ്റേഴ്സ് ആണ് ഗൈസ്. വെറൈറ്റി ഓഫ് ഫൈറ്റേഴ്സ്. നോക്കട്ടെ, നോക്കട്ടെ. ഒരു ഫൈറ്റർ ഇതാ അടിയില് താഴെ നോക്ക് നിച്ചു ഇരിക്കിങ്ങനെ. അതാ ഫൈറ്റർ. ഇതിന്റെ ഫൈറ്റർ ഇതാ. ഫൈറ്റർ ഇതിന്റെ ഫൈറ്റർ അവിടെ. വൈറ്റ് ഫൈറ്റർ. ഇതിന്റെ ഫൈറ്റർ എവിടെ? ഇതിന്റെ ഫൈറ്റർ. ഓ മൈ ഗോഡ്, ഫൈറ്റർ അതാ കിടക്കണം ഗൈസ്. ഓ റെഡ്. വാവ്, ഇത് നോക്ക് റെഡ്. ഇതാ ഇങ്ങോട്ട് 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 വാ, ഇങ്ങോട്ട് വാ. ഇതാ ഇതില് നോക്ക്. ഇതിലാ? അതായത് നമുക്ക് നേരെ നോക്കുന്ന സമയത്ത് ഈ ഫൈറ്റർ ഫിഷിനൊന്നും കാണുന്നില്ല, പക്ഷെ ഫോണിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും കാണാനില്ല. ഇതിൽ ഞാൻ കാണിച്ചു തരാം, നോക്കിയോ. നിച്ചുവിന് നോക്കിയിട്ട് കണ്ടില്ല ഫൈറ്റർ, എനിക്ക് കാണാനില്ല. നോക്കട്ടെ, ഫൈറ്റർ എവിടെ? ഇതിൽ ഫൈറ്റർ ഇല്ലേ? പലതിലും ഫിഷൊന്നും ഇല്ല, ഇതിലൊന്നും കാണാനില്ല. സംഭവമില്ലേ, നല്ല രസമുണ്ട്. കണ്ടില്ലേ, അതായത് റെയിൻ ഫോറസ്റ്റ്. ആക്ച്വലി ഇതാണ് അതിൻ്റെ താഴ്ഭാഗം. ഇതാണ് അതിൻ്റെ താഴ്ഭാഗം, റെയിൻ ഫോറസ്റ്റിൻ്റെ. ഞാൻ കണ്ടു. അതാ വലിയ മീനല്ലേ.
റെയിൻ ഫോറസ്റ്റിന്റെ താഴെ അതിലാണ് നേരത്തെ അയാൾ സ്ക്യൂബ ഡൈവിങ് ചെയ്തത്. അതാ സ്ക്യൂബ ഡൈവിങ് ചെയ്ത മനുഷ്യൻ ഇത് അവിടെ എത്തിയിരിക്കുന്നു. അവർ മെയിൻ്റനൻസ് ആണ്, മെയിൻ്റനൻസ് വർക്കുകൾ നോക്കുകയാണ്. അത് അവിടെ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് നോക്കണം. വർക്ക് ക്ലീൻ ചെയ്യണത് കണ്ടോ, ക്ലീൻ ചെയ്യണം. അവിടെ ക്ലീൻ ചെയ്യണം. അവിടെ വാ. ഇതെന്ത് ഫിഷാ? ഈ ഫിഷിന്റെ പേര് സീബ്ര ഫിഷ്. സീബ്ര ഫിഷ്. ഈ കരിപ്പിടി പറയണത് നമ്മളെ നമ്മളെ കല്ലമ്പോട്ടാന്ന് പറയില്ലേ, അതാണ് കരിപ്പിടി. ഇതാ ഇതില് ഏതാ ഫിഷ് എന്നുള്ളത് ആർക്കും അറിയില്ല. സ്റ്റോൺ ഫിഷ്, അതാണ് ഫിഷ്. ഇതാണ് ഫിഷ്. അതാ സ്റ്റോൺ ഫിഷ്. കാണണില്ലേ? ഇതിലെല്ലാം കല്ല് പോലെ ഉണ്ട് അല്ലേ? ലിച്ചു ഒരു മിനിറ്റ്. ഇതാണ് സ്റ്റോൺ ഫിഷ്. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് സ്റ്റോൺ ഫിഷ്. എന്തൊരു ഒറിജിനാലിറ്റി ആണല്ലേ. നിച്ചത് നോക്കടാ കൊഞ്ച്. നീ മേൽ വെറൈറ്റീസ് ഓഫ് ഫിഷ് ആണ് ഇതിൻ്റെ. റെഡ് തിലോപ്പിയ, ഇതാണ് നമ്മുടെ ചെമ്പല്ലി എന്നറിയപ്പെടുന്ന റെഡ് തിലോപ്പിയ. ഇതാണ് ചെമ്പല്ലിയുടെ വർഗ്ഗം. വെച്ചോ അതാ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കാൻ. കണ്ടോ ഇത് രസമല്ലേ? നീ എന്നെ കൊണ്ടുപോ, എൻ്റെ കൈ പിടിക്കണ്ട. ഇതാണ് കരിമീനാ, കീരിമീൻ. എവിടെ? ഓ മൈ ഗോഡ്. ഇതാണ് ചെമ്മീൻ. മീൻ എവിടെടാ? അയ്യോ നിച്ചു, ഇതെന്ത് മീനാണെന്ന് അറിയോ? മീനിന് കൈയുണ്ട്. അയ്യോ ഇത് മീനാണോ? ഇതെന്താ നോക്കിയേ? അക്സലോട്ടിൽ എന്ന് പറയണത് പല്ലുകളില്ലട്ടോ. കൈയുള്ള മീനാണ് ഗൈസ്. കൈയും കാലും അരണ പോലെ ഉണ്ട്. അരണ നമ്മൾ മറ്റേ യൂട്യൂബ് വീഡിയോയിൽ കാണില്ലേ? അതാടാ ഇത് ഒരു മറ്റേ മരിഞ്ഞിലിൻ്റെ ഒരു വർഗം. ഇതെവിടെ ഉണ്ടാവും? ഓറ ഈലാണ്.
യെല്ലോ സ്പോട്ടഡ് മോറെ. അയ്യോ നിച്ചുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിഷാണ് ഷാർക്ക്. ബേബി ഷാർക്ക് ബേബി ഷാർക്ക് ബേബി ഷാർക്ക് ബേബി ഷാർക്ക്. അത് അങ്ങോട്ട് പോകാതിരിക്കാൻ അത് നോക്കി നിച്ചു. ചെറിയ മീനുകളുണ്ട് കേട്ടോ അതിനകത്ത്. പക്ഷെ അത് ഷാർക്കപ്പം പിടിച്ച് കഴിക്കൂലേ? ചെറിയ മീൻ കഴിക്കില്ല ആയിരിക്കും. മൂരി. അയ്യോ അത് കടിക്കണോ കഴിക്കണോ? ഫൈറ്റ് ഫൈറ്റ്. എന്താ ഭംഗി നോക്ക്. അതെന്താ ചെയ്യണം? അവിടെ പോയിട്ട് ഡാൻസ് കളിക്കണം. ആ ഇതാണ് നമ്മുടെ വൈറ്റ് ആവോലി. ഇതെന്ത് മീനാ? മുള്ളം മീൻ എന്ന് പറയണം വൈറ്റ് ആവോലി. ആക്ച്വലി നിച്ചിൻ്റെ ഫേസ് കാണാനില്ല. നിച്ചു വാ. നിച്ചു പണി നോക്കടാ. ഇതിൻ്റെ ഉള്ളിൽ നല്ല വരാലുകളുണ്ട് ഗൈസ്. വരാല് ആ ഇവിടെ നോക്ക്. Kaya bang gani? Yat Melvi, iba kanda? ഭംഗിയില്ലേ? ഒരു ട്യൂബിനകത്ത് നിറയെ വെള്ളമാക്കിയിട്ട് നോക്കേ. ഗ്ലാസിൻ്റെ സിലിണ്ടറിനകത്ത് നിറയെ വെള്ളം. ഫ്ലാഷ് ലൈറ്റ്സ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഓക്കെ, ഫ്ലാഷ് ലൈറ്റ് പാടില്ല കേട്ടോ. നമ്മളത് അറിയാതെ ഫ്ലാഷായി പോയത് ഒരെണ്ണം. ഇതുണ്ടോ സിലിണ്ടറിനകത്ത് നിറയെ വെള്ളം, എന്നിട്ട് അതിൽ മീൻ. ഇതാരത്? ഇതാരം നോക്ക്. ഫറവോ? ആ നിച്ചു പറഞ്ഞത് തന്നെ കേൾക്കുള്ളൂ. വാ.
തവള. വാവ്. നിച്ചു ഇവിടെ ഇരുന്നാൽ നിന്റെ തവളയും നിന്നെയും കൂടെ ഒരു സ്നാപ്പ് എടുത്തരാം. പക്ഷെ താഴെക്കൂടെ നോക്കി എത്ര തവളയുണ്ട്. നിച്ചു അവിടെ ഇരുന്നോന്ന്, അവിടെ വേണമെങ്കിൽ ഇരുന്നോ പറഞ്ഞു. ഇരുന്ന മീനിനെ കിട്ടും. പേടിയൊന്നുമില്ലല്ലേ? വേണ്ട. നോക്ക് നിച്ചു, എന്തോ ഭംഗി. എന്ത് ഫിഷാ? ചെറിയ ചെറിയ ഇതിൽ നിറയെ ഈ ചെറിയ ചെറിയ മീനുകൾ നിറയെ ഉണ്ട് ഇതിനകത്ത്, കണ്ടില്ലേ? ഗോൾഡൻ ടൈൽ മോറയിൽ. ഇതാണ് അതരച്ചു. ആക്ച്വലി ഇതാണ് മീൻ. അത് മീനാണ്, കണ്ടില്ലേ? കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അച്ചെടുക്കാം, ഇന്ന് കുറച്ചു നേരം എടുക്കാം. നോക്കാലോ. ഇതിനകത്ത് ഫിഷിന് എവിടെ എന്നുള്ളത് കണ്ടുപിടിക്കണം ഗൈസ്. ഓ എന്തോ ഭംഗി. കടലിൽ മാത്രം കാണുന്ന ഫിഷുകളാണ്. ആക്ച്വലി അത് നമുക്ക് ഇവിടെ എങ്ങനെ കാണാൻ പറ്റുക പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് അല്ലേ നിച്ചു? ഇത് കണ്ട ഫുള്ള്. ഇപ്പോൾ ആശാൻ ഹൈറ്റ് വെച്ചപ്പോൾ എല്ലാവരുടെയും പിടിച്ച് കയറാൻ തുടങ്ങി. നോക്ക്, ഇതിനകത്ത് ഞാനൊരു ഒരു സംഭവം കാണിച്ചു തരാം. ഈ ഫിഷിനെ കണ്ടില്ലേ? പക്ഷെ അവിടെ ഫിഷ് കണ്ടോ? ഇതാ കല്ലിനടിയിൽ ഉണ്ടാതെ ഇരിക്കുന്നു. അതാ പോയി. ഇതൊന്ന് അതിനകത്തൊക്കെ പോയിട്ടാണ് വരണത്. നോക്കിയോ, ഇതിലൂടെ വരും. യെസ്. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണോ? ഇത്രയും ഫാസ്റ്റോ? ഞാനാദ്യം വിചാരിച്ചത് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഫിഷാണെന്ന്. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് കളിക്കുമ്പോൾ അത് മൂവ് ചെയ്യണത്. ഇതിൽ നിറയെ വെള്ളത്തില് അരിയാണത്. അരിമണിയാണോ അതോ മറ്റേ വെള്ളാരം കല്ലാണോ? അത് വെള്ളാരം കല്ല്. നിച്ചു മൂൺ ബ്രാസ് ഗൈസ്, നല്ല ഭംഗിയുണ്ടല്ലേ? ഇതെന്താ മീൻ ഇങ്ങനെ വളഞ്ഞിട്ട്? ഇതുണ്ടോ? നന്നായിട്ടല്ലേ? തിരണ്ടി, സ്റ്റിംഗ് റേ.
ഇതിൽ എത്ര ഉണ്ട് നോക്ക്. 1 2 നിച്ചു 1 2. ഇത് അവിടെ ഉണ്ട്. വാ നിച്ചു അവിടെ ഉണ്ട്. വാ അടവാലൻ തിരണ്ടി. വാവ് 3 1 2 3 4 the 4 നിച്ചു അത് 5 10 അയ്യോ 6 7 8 9. ഞങ്ങൾ 9 തിരണ്ടീസിനെ കണ്ടു അല്ലേ. സ്റ്റിംഗ് റേ അടവാല അതിലുണ്ട്, നിറയെ ഉണ്ട് നിച്ചോ. അത് ഒളിഞ്ഞിരിക്കേണ്ടി തോന്നുന്നു അവിടെയൊക്കെ. അത് കണ്ടല്ലേ. ഇതിവിടെ ഫോട്ടോ എടുക്കലാണ് ഗൈസ്. കാൻഡിഡ് ഫോട്ടോഗ്രാഫി മത്സരം. ഒരുത്തൻ ഫോട്ടോ എടുക്കൽ വിരോധി. സ്പീഡ് ചൂര. അയ്യോ നിച്ചു നോക്ക്. ഇത് നോക്ക് നിച്ചു ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത് പൊക്കിയിട്ട് ഈൽ. ഇത് കണ്ടോ മനിഞ്ഞ്. ആ ബാ പോവാ. ഗോസ്റ്റ് ഹൗസ്. ഓ നമ്മൾ ഗോസ്റ്റ് ഹൗസിലേക്ക് വന്നില്ലേ. ഗോസ്റ്റ് ഹൗസിനകത്ത് ഫുള്ള് വാളമീനൊക്കെ വിളങ്ങമീനൊക്കെ കല്യാണം. എൻ്റെ അമ്മേ. ഓ അമ്പും വില്ലും കൊണ്ട് നിൽക്കണുണ്ടോ? കാട്ടുമനുഷ്യന്മാര്. അത് നോക്ക്, പുലിമുരുകൻ ചാടാൻ നിൽക്കണോ. ഇതിനടിയില് ഓ നിച്ചു കാട്ടുമനുഷ്യന്മാരുണ്ടോ? അതടാ. നീ ഓക്കെ കേറിക്കോ. എന്താ ചക്ക തൊടണ്ട, ചക്ക വേഗം. ഒരു ഫ്ലാഷ് അടിക്കും നിന്റെ ഫോണിൽ അതിൻ്റെ മുഖത്തേക്ക്. അത് പറ്റില്ല അല്ലേ? ആ ശരി. ഇവിടെ നോക്ക്. ഇവിടെ ആ കഴിഞ്ഞു. ഓ നീ ചുറ്റാൻ ചാട്ടം ചാടും നോക്കിയോ. സ്റ്റൈൽ ഇതാണ് സിൽവർ അരോണ. മാക്സിമം സൈസ് 1.2 മീറ്റർ. 10 to 15 years ആണ് ഇത് ജീവിക്കുക. അവിടെ ഇരുന്നോ. അത് നോക്ക്, സ്റ്റൈലായിരിക്കണു. അങ്ങനെ കാല് വെക്കി. ഹിപ്പോപ്പൊട്ടാമസ് ഇതിനടിയിലില്ലേ? എൻ്റെ അമ്മേ.
ഇങ്ങോട്ട് നോക്കുമ്പോ ആളുണ്ട്. ഇപ്പൊ കൊട്ടാമസ്. ആ അത് ഇതിൻ്റെതാണേ, ഇതെന്താണ്? ഇതിൻ്റെ ഇത്രേ ഉള്ളൂ പറയാം. ആ ഇത്രേ ഉള്ളൂന്ന്. ആ എങ്ങനെ? ആ എത്ര ആഴല്ലേ? ഇത് അയ്യോ ഇതെന്തെന്നറിയോ? സ്കൂബ ഡൈവിങ്ങാ. അത് ക്ലീൻ ചെയ്യണം അവിടെ, ഞങ്ങൾ അവിടെ ക്ലീൻ ചെയ്യണേ. കണ്ടോ ഇത് നമ്മളെ നേരത്തെ. അയ്യോ ഇത് നോക്ക്, അത് നോക്ക്. അയ്യോ ആണോ? നിച്ചാ നോക്ക്. ഇത്ര സ്ലോ. ഏതിന്റെ നീ അവിടെ നിന്നോ, നിന്നെ മീൻ നോക്കട്ടെ. വാവ് ഇതൊരു കുറച്ച് നടവഴിയിൽ ഫിഷുകൾ. സൈഡൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഫ്രെയിമൊക്കെ നല്ല എന്ത് ഭംഗി, എന്ത് രസത്തിലാണ് ആ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇല്ല എനിക്ക് വേണത് അവിടെ കഴിഞ്ഞല്ലോ. ഇനി ഇതിലൂടെ വാ. അങ്ങനെ മാറ്റിട്ടാണ് പോകുന്നത് തന്നെ. വാ നമ്മളിനി ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി മറൈൻ വേൾഡ് അക്വേറിയം നമ്മൾ ഫിനിഷ് ചെയ്തു. പക്ഷേ ഇനി നമ്മൾ ഫിഷിന് ഫീഡ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. നമ്മളിനി അങ്ങോട്ട് പോവാം. ഇതാണ് അതിൻ്റെ പുറത്തുള്ള സ്പേസ്. നമ്മളെടുത്ത ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇവിടെ ഫോട്ടോസ് എടുത്ത ഫോട്ടോസ് എല്ലാം ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. നമുക്കിവിടെ ഫോട്ടോസ് കാണാൻ പറ്റും.
നോക്കിയോ, ഇത് കണ്ടോ, ഇവിടെ ഫോട്ടോസ് ഉണ്ടാവും, വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതേ നമ്മുടെ ഇതെന്താ ടച്ച് ആവില്ല. എത്രയാണ് പ്രിന്റിന്? നടക്ക്. വാ, ഇത് നോക്ക്. അപ്പൊ നമുക്ക് മീനിന് തീറ്റ കൊടുക്കാൻ പോവാ. ഇതാ ഇവിടെ നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റും ഗൈസ്. നമ്മൾ ഫിഷിന് എങ്ങനെയാ ഫീഡ് ചെയ്യുന്ന നോക്കിക്കോളൂ. ഇവിടെ ആദ്യം നമുക്ക് ഫീഡ് ചെയ്യുന്നത് നോക്കാം. നോക്കിയേ ഫീഡ് ചെയ്യണത് നോക്കിയേ. നിച്ചുന് ചെയ്യണ്ടേ? നിച്ചുന് ചെയ്യണോ? വാ, കൈ കയറ്റി, ഇത് കയറ്റി, ഇത് മാത്രം കയറ്റി, നന്നായി കയറ്റി. അപ്പൊ നിച്ചു ഫിഷിന് ഞാഞ്ഞ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പയ്ക്കോ ചേച്ചി തരും. ഇവിടെ നിറയെ ഫിഷ്. കണ്ട ഫിഷ് സൂപ്പർ. വാങ്ങിച്ചോ നിച്ചു വാങ്ങിച്ചോ. കൈ കൊണ്ടുപോകുമ്പോൾ ഫിഷിന് ഫീഡ് കൊടുക്കാൻ പോവാണ്. പതി ഇരുന്നോ അവിടെ. എന്നിട്ട് അവിടെ ഇരുന്നോ നിച്ചു, അവിടെ ഇരുന്നോ. ഇരുന്നിട്ട് താഴെ വെക്ക്, കൈ വെച്ചോ. മീൻ വന്ന് കടിച്ചോളും, പേടിയുണ്ടോ? അച്ഛ കൊടുക്കണം. നീ കൊടുത്തോ. നിച്ചുന് കൈ വെച്ചു കൊടുക്കാൻ ധൈര്യമില്ല, അതുകൊണ്ടാണ്. നോക്കിയോ, கையை உள்ள விடு, கையில் உள்ள விட்டு ஓபன் பண்ணு. நல்லா உள்ள வைத்து ஒண்ணும் பண்ணாது. அது ஒண்ணும் பண்ணாது, சாப்பிடுறது பசிக்கு தான் இது பண்ணுது. இங்க கூட ഏട്ടൻ പേടിച്ചു പോയി. കണ്ടാ സൂപ്പർ. അതുപോലെ കൊടുക്കണ. അമ്മയെ ധൈര്യപൂർവ്വം ഫിഷിന് തീറ്റ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു. തിന്നു അല്ലേ? സൂപ്പറല്ലേ നിച്ചു? ആ ഇവിടെ വാ. നിച്ച് കോട്ടൺ ക്യാൻഡി വാങ്ങാൻ നിൽക്കണം. കോട്ടൺ ക്യാൻഡി എത്ര വലുപ്പമല്ലേ? മൈ ഗോഡ്, വലിപ്പം. ഒരു കോട്ടൺ ക്യാൻഡി. പൗച്ച് ഇവിടുന്ന് പാക്ക് ചെയ്യുന്നെങ്കിൽ ഇവിടെ എടുക്കാം. നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ളത് ഇവിടുന്ന് ചെയ്യുന്നെങ്കിൽ ഇവിടെ എടുക്കും. കോട്ടൺ ക്യാൻഡി കിട്ടാനുള്ള സന്തോഷത്തിലാണ് അല്ലേ?
വാങ്ങിച്ചോട്ടാ. എന്താ ക്ഷമ. ഷോ എന്താ വലിപ്പം നോക്കിയേ കോട്ടൻ ക്യാൻഡിക്ക്. വാങ്ങിച്ചോ. അങ്ങനെ കോട്ടൻ ക്യാൻഡി ഞങ്ങൾ വാങ്ങിച്ചിട്ട് നടക്കണ്. നടന്നോ. അങ്ങനെ നമ്മളൊരു ടീ സ്പോട്ടിലെത്തിയിരിക്കുന്നു. ഇനി ഒരു ചായ കുടിച്ചിട്ടാവാം. ഇവിടെ എല്ലാവരും നടന്ന് തളർന്ന് റസ്റ്റ് എടുക്കണ്. ഇതെന്താ കഴിക്കുന്നത്? മാങ്ങയാ. ഇതേ പൈനാപ്പിൾ മാങ്ങ ഉപ്പിലിട്ട് നടക്കാം. അതിൽ മീൻ പിടിക്കണേ. ഇതാ അയ്യോ ഇതാ നിച്ചു മീൻ. ഇതാ അതിന് പിടിച്ചോ. അയ്യോ ആ പാവ മീൻ. അത് വിട്, അതിനെ വിട് നിച്ചു. അത് വേണ്ട, അത് പാവം മീൻ. വാ നമുക്ക് അവിടെ പോട്ടെ. നിച്ചു ഇങ്ങോട്ട് ഇവിടെ അതാ. നോക്കിയാൽ നിറയെ മീൻ പിടിക്കേണ്ട കുട്ടികൾ. അയ്യോ അത് പാവം. അതിന് വിട്ടേ. വേണ്ട, അത് ചാവാറായിരിക്കും. അങ്ങോട്ടോ. ഇതവിടെ നിറയെ മീനുണ്ടല്ലോ. മീൻ പിടിക്കാൻ വലയുമായി നടന്നു നീങ്ങുന്ന നിച്ചു കാര്യമായ മീൻ പിടുത്തോണ്ട് നടന്നുകൊണ്ടിരിക്കണ്. മീൻ പിടിച്ചിട്ടേ വരുള്ളൂ പറഞ്ഞിട്ടുള്ള വാശിലാണ്. കാലിന്റെ ബാക്കിൽ അതാ നിച്ച് കാലിന്റെ താഴെ നിച്ച് അതാ ഫ്രണ്ടിൽ ഇതാ. കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ കളിക്കണ സമയമായി. ഒരുമിച്ച് പോ, ഞങ്ങൾ നോക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അക്വേറിയത്തിൽ നിന്നൊക്കെ ഇറങ്ങി ബേർഡ്സ് പാർക്കിലേക്ക് പോകാനാണ്. ബേർഡ്സ് പാർക്കിൻ്റെ ടിക്കറ്റ് ഇവിടെ ആയിരിക്കും മിക്കവാറും. ബേർഡ്സ് പാർക്കാണ്. ഇതാണ് ബേർഡ്സ് പാർക്ക് നേരെ.
ബേർഡ്സ് പാർക്ക് ഇവിടെ വാ, കമോൺ. ധനിച്ചു ബേർഡ്സ് പാർക്ക്, പക്ഷേ ഓസ്ട്രിച്ച് ഇതാ അതിനകത്താണ് ബേർഡ്സ് പാർക്ക്. നമ്മൾ ബേർഡ്സൊക്കെ കയ്യിൽ വന്ന് ഇരിക്കുന്നു. അതാണ് ഇതിൻ്റെ അട്രാക്ഷൻ. ടിക്കറ്റ് കൊടുക്ക്. ഒരെണ്ണമല്ല, മുഴുവൻ. അരയെണ്ണം. ഫുൾ ടിക്കറ്റ് കൊടുത്തോ? ആ കൊടുത്തോ. അത് അവർ കഴിഞ്ഞിട്ട്, അവർ കൊടുത്തു കഴിഞ്ഞിട്ട് അതൊരു ഫാമിലി. വാ, നടന്നോ നടന്നോ. നടക്കൂ 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 നടക്കൂ. അത് നോക്ക് ബേർഡ്സ്. ആ കയ്യിലൊക്കെ ഇരിക്കും. കടിക്കണ്ട കേട്ടോ. ഇതുണ്ടോ, ബേർഡ്സ് കടിക്കൊന്നുമില്ല. മേലെ വന്ന് ഇരിക്കും കേട്ടോ, പക്ഷേ ഇതുണ്ടോ കയ്യിലൊക്കെ വന്ന് ഇരിക്കും. നോക്കിയോ, കണ്ടോ? പേടിക്കണ്ട കേട്ടോ. ശ്രീച്ച് വെച്ചിട്ട് തലയിൽ വന്നിരുന്നു. ഈ അച്ഛൻ്റെ കയ്യിൽ തീറ്റ വെച്ചാ അത് വന്നിരിക്കും. ലിച്ചുൻ്റെ കയ്യിലിരിക്കണ, ലിച്ചുൻ്റെ കയ്യിലിരുത്തണ. ലിച്ചുൻ്റെ കയ്യിലിരുത്താൻ പോവാണ് ബേർഡ്സിനെ. ബേർഡ് നിച്ചുൻ്റെ കയ്യിലിരിക്കണം. അങ്ങനെ നോക്കിക്കോളൂ ഗൈസ്. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട കേട്ടോ. കയ്യിൽ വന്നിരിക്കും, പേടിക്കണ്ട, ഒന്നും ആവില്ല കേട്ടോ. കാണിച്ചോ കാണിച്ചോ. അച്ഛൻ്റെ കയ്യിൽ വെച്ചതാ, അച്ഛൻ്റെ കയ്യിൽ വെച്ചോ വെച്ചോ. ഇരിക്കണോ? കയ്യിലിരിക്കണമെങ്കിൽ നിച്ചിൻ്റെ കയ്യിലിരിക്കണമെങ്കിലല്ലേ അത് ഇതാ ആൻറ്റി വെച്ച് തരും. നിച്ചിൻ്റെ കയ്യിൽ ഇവിടെ ഇവിടെ വെക്കണം. അവൻ അവിടെ ഇരിക്കണം. അതാണ് അതാ അതാ നിച്ചോ. കൈ കാണിക്ക്. തലയിൽ വെച്ച, തലയിൽ വേണ്ടേ? ചേടാ, ബേർഡ് പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബേർഡ്സ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ബേർഡ്സ് ഇങ്ങനെ ഇരിക്കും. ഇത് നോക്ക്, ഒരാളുടെ തലയിൽ കൂട് കയറ്റി. കണ്ടോ, ഇത് പാമ്പിന് ആക്ച്വലി തീറ്റ കൊടുക്കാനുള്ള എലികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നോക്ക് നിച്ചോ, ഇത് നോക്ക് നിച്ചോ. ഇതാ താഴെ താഴെ ഓന്ത്. കളർ ഒന്നും ചേഞ്ച് ആവില്ല. ഇഗ്വാന. ഇതെന്താ? ഹാംസ്റ്റർ. എവിടെ എവിടെ? അതടാ, ഉറങ്ങണോ? വാവ്, അത് നോക്ക്. അതെന്താണ് അല്ലെങ്കിൽ നോക്കട്ടെ. ഓ ഇതാടാ നമ്മുടെ വെരുക് വെരുക്. മീർ കാറ്റ്സ്, മീർ കാറ്റ്സ്. ഇത് നോക്കിയോ, മീൻ തിന്നണ നോക്കിയോ, മീൻ തിന്നണ നോക്കിയോ. ഇച്ച അത് നോക്കടാ. അമ്മോ, എന്ത് ജാതി അറ്റാക്കാണ് നോക്കത്.
അങ്ങനെയാണ് മീന് എരനെ പിടിക്കാം. കയ്യൊക്കെ കൊണ്ടുപോയാൽ റിസ്ക് ആണല്ലേ. അമ്മോ, ഇങ്ങനെയാണ് നിച്ചോ മീൻ അറ്റാക്ക് ചെയ്യുക. നമ്മളൊക്കെ ചൂണ്ടിടുമ്പോൾ വന്ന് അറ്റാക്ക് ചെയ്യില്ലേ, ഇങ്ങനെയാണ്. ചൊമ്മോ നോക്ക്, മീൻ അറ്റാക്കിനാണ്. വാനിച്ചു. അങ്ങനെ നമ്മൾ ബേർഡ്സ് പാർക്ക് കഴിഞ്ഞു. അങ്ങനെ മറൈൻ വേൾഡ്, ഞങ്ങളുടെ മറൈൻ വേൾഡിലെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത് ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. അതെ, മറൈൻ വേൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു അല്ലേ. ഇനി അടുത്ത് ബീച്ച്. നോക്ക്, അതാ സ്റ്റണ്ട്, ബൈക്ക് സ്റ്റണ്ട്, മറൈൻ വേൾഡ്. ഓക്കെ.